ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഇത് നമ്മുടെ സൈറ്റ് വേർഡിൻ്റെ 8ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. 7ാമത്തെ ദിവസത്തെ ക്ലാസ് വരെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് മുൻപേയും കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്രമത്തിൽ അതിൻ്റേതായിട്ടുള്ള ലിങ്കുകൾ ഞാൻ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കമൻറ്റിൽ ചെന്ന് കാണുക കേട്ടോ. അത് ജസ്റ്റ് ആ ലിങ്കിലൊന്ന് തൊട്ടാൽ മതിയാകും. കഴിഞ്ഞ വീഡിയോകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആ ക്ലാസ്സുകളെല്ലാം കണ്ടു നോക്കാം. ഈ ക്ലാസ് കണ്ടു തീർത്തതിന് ശേഷം കണ്ടാലും മതിയാകും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഞാൻ ആ ഒരു ഹോംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ, ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, താഴെ കമൻറ്റിലുണ്ടാവും. ഓക്കെ. അങ്ങനെ അതായത് അതിൻ്റെ അകത്തും നിങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ തരാം. ഓക്കെ. ആ കമൻറ്റിൽ ഞാൻ റിപ്ലൈ ആയിട്ട് ആ ലിങ്ക് തരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ 8ാമത്തെ ദിവസത്തെ ക്ലാസ് 10 വാക്കുകൾ, 10 സൈറ്റ് വേർഡുകൾ നമുക്ക് പഠിക്കാം. കണ്ട് പരിചയപ്പെട്ട് ഇരിക്കേണ്ട കുറച്ച് വാക്കുകൾ 10 എണ്ണം നമുക്ക് പഠിക്കാം. ഏറ്റവും അവസാനം ആക്ടിവിറ്റി ഉണ്ടാകും. തീർച്ചയായിട്ടും ആക്ടിവിറ്റി ചെയ്യുക. ഹോംവർക്കും ഉണ്ടാകും. ഓക്കെ. അതിൻ്റെ ഹോംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്തൊരു ക്ലാസ് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. ഏറ്റവും ആദ്യത്തെ വാക്ക് ഇതൊന്ന് നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചു നോക്കുക. നമ്മൾ എങ്ങനെയാണ് വായിച്ചുകൊണ്ടിരുന്നത്? അതെ, സൗണ്ടുകൾ വെച്ചാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ. അങ്ങനെ തന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. W എങ്ങനെയാണ് നമ്മൾ വായിക്കുക? വ അല്ലേ? വ. R എങ്ങനെയാണ് വായിക്കുക? I എങ്ങനെ വായിക്കുക? ഇ. T എങ്ങനെ വായിക്കുക? ട്. E എങ്ങനെ വായിക്കുക? എ അല്ലേ? ഇങ്ങനെയാണ് വായിക്കുക അല്ലേ? പക്ഷേ ഈ ഒരു വാക്ക് അങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ. കുറച്ച് പ്രശ്നക്കാരനാണ്. അപ്പോൾ അങ്ങനെ വായിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. W എങ്ങനെയാണ് വായിക്കുക എന്നറിയാവോ? വ എന്നല്ല ഇവിടെ വായിക്കേണ്ടേ. W വായിക്കേ വേണ്ട. അതായത് ഇവിടെ W സൈലൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ W വായിക്കരുത്. ബാക്കിയുള്ളവരൊന്ന് വായിച്ചു നോക്കിയേ. ആരെങ്ങനെയാണ് വായിക്കുക? ആണല്ലോ. അയ്യോ, ഐ നമ്മളെങ്ങനെയാണ് വായിക്കുക? ഈ എന്നാണ് വായിക്കുക. പക്ഷെ ഇവിടെ ഐ എന്ന് തന്നെ വായിക്കണം. കാരണം എന്താ? ഇവിടെ സൈലൻ്റ്. എപ്പോഴും ഈ മിക്കവാറും ലാസ്റ്റ് വരുമ്പോൾ എന്താണ്? സൈലൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഈ ലാസ്റ്റ് ഇങ്ങനെ വരികയാണ്. ഈ മൂന്നാമത്തെ, അതായത് 1 2 മൂന്നാമത്തെ 1 2 3 മൂന്നാമത്തെ വാക്കായിട്ടാണ് വരുന്നതെങ്കിൽ, മൂന്നാമത്തെ അക്ഷരമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ വരുന്ന ആളെ അയാളുടെ പേരെന്താണോ അത് തന്നെ ചേർത്ത് വിളിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ വിളിക്കുക? ഒന്നും കൂടെ. ഐ എന്ന് വേണം പറയാൻ. എന്താണ്? ഐ എന്ന് വേണം വായിക്കുവാനായിട്ട്. ഓക്കെ. ഐ റൈറ്റ്. ഓക്കെ. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. എന്താണ്? എഴുതുക. ഓക്കെ. ഈ എവിടെ വായിക്കരുത്. അപ്പോൾ ഇവിടെ 2 പേര് സൈലൻ്റാണ്. Wയും സൈലൻ്റ് ആണ്, ഇയും സൈലൻ്റ് ആണ്. വായിക്കരുത്. ബാക്കിയുള്ളവർ മാത്രം വായിച്ചാൽ മതി. റൈറ്റ്. ഓക്കെ. എഴുതുക. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ. അടുത്ത വാക്ക് എത്തിക്കഴിഞ്ഞു. സൗണ്ട് വെച്ചൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. വായിച്ചു നോക്കിയേ. എങ്ങനെയാണ് വായിക്കുക? എഫ്. അതെ, എന്നാണ് വായിക്കുന്നത് അല്ലേ? ഓക്കെ. വെരി ഗുഡ്. എന്നാണ് വായിക്കേണ്ടത്. ഇനി അടുത്ത് ആരെങ്ങനെയാണ് വായിക്കുക? ഓ എങ്ങനെയാണ് വായിക്കുക? ഓ. എം ആണെങ്കിലോ? ഓക്കെ. അങ്ങനെയാണ് വായിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കി. ഫ്രോം. ഓക്കെ. അങ്ങനെയാണ് വായിച്ചല്ലേ? പക്ഷെ അങ്ങനെയല്ല വായിക്കേണ്ടേ. ഫ്രം. ഇതാണ് ഇവിടെ ഓയുടെ സൗണ്ട് ആ പോലെ വായിക്കേണ്ടി വരും. ഓക്കെ. സൈറ്റ് വേർഡാണ്. വായിച്ച് കണ്ട് പരിചയപ്പെടേണ്ടതാണ്. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക. എങ്ങനെയാണ് വായിക്കേണ്ടത്? എന്ന് വായിക്കണം കേട്ടോ. ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്. നിൽക്കുക എന്നുള്ളതല്ല, അവിടെ നിന്നും അതാണ്. ആ നിന്ന് എന്നുള്ളതാണ് ഫ്രം എന്ന് പറയുന്നത്. എവിടെ നിന്നും വന്നു? ഐ എം ഫ്രം ഹിയർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഐ എം ഫ്രം ഇന്ത്യ എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ. ഓക്കെ. ഇനി നമുക്ക് അതുപോലെയല്ല, അത് തന്നെ. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് നിങ്ങൾ സൗണ്ട് വെച്ചൊന്ന് വായിച്ചേ. കൂടെ വായിക്കണം.
വൈയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. വൈക്ക് എത്ര സൗണ്ടുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ ലാസ്റ്റ് വരുന്ന സമയത്ത് മിക്കവാറും ഇ എന്ന് പറയുന്നൊരു സൗണ്ടായിരിക്കും വരുന്നത്. മിക്കവാറും, എല്ലാത്തിലും അല്ല. ഇപ്പോൾ ഡേ അതിൽ ആ ഒരു ഇതാണ് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ ഇ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എം എങ്ങനെ വായിക്കാം? ആണല്ലോ. എ ഇ എന്ന് വായിക്കുക. വൈ എങ്ങനെ വായിക്കും? ഇ. അപ്പോൾ എൻ്റെ കൂടെ വായിച്ച എങ്ങനെയാണ്? എ നീ മെനി. എന്താണ്? മെനി. അതായത് മനി എന്ന് വായിക്കരുത്, മെനി. എന്താണ്? എ നീ മെനി അങ്ങനെ വായിക്കണം കേട്ടോ. ഓക്കെ, മെനി എന്ന് പറഞ്ഞാൽ പലതും അല്ലെങ്കിൽ കുറേ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, കുറേ, മെനി ചോക്ലേറ്റ്സ്, കുറേ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് വായിച്ചേ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നേ. എങ്ങനെ വായിക്കുന്നേ? ഓ എങ്ങനെ വായിക്കും? ഓ. എൽ എങ്ങനെ വായിക്കും? ഡി എങ്ങനെ വായിക്കും? ഡ. അപ്പോൾ ഒന്നിച്ച് വായിച്ചേ. ഓൾഡ്, ഓൾഡ്. ഓക്കെയാണ്, വെരി ഗുഡ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ പഴയത് എന്നൊരു അർത്ഥമുണ്ട്. പഴയത്, ഓൾഡ്. പക്ഷേ വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, വയസ്സായ. എന്താണ്? വയസ്സായ എന്നും ഒരു അർത്ഥമുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് എത്തിക്കഴിഞ്ഞു. കൂടെ വായിക്കണേ, വായിച്ചു നോക്കണേ. എഫ് എങ്ങനെ വായിക്കുക? ഐ എങ്ങനെ വായിക്കുക? ഐ എന്നും വായിക്കും, ഇ എന്നും വായിക്കും. വെരി ഗുഡ്. ആർ എങ്ങനെ വായിക്കുക? എസ് ഒ. ടി എങ്ങനെ വായിക്കുക? ആണല്ലോ, ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ അല്ലെങ്കിൽ ഈ ഐ നമ്മൾ ഈ നാണല്ലോ മിക്കവാറും വായിക്കുന്നത്. അങ്ങനെ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കണേ. ഈ ഫിസ്റ്റോ അതെന്ത് സാധനം? അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് വായിക്കേണ്ടത് ഫസ്റ്റ് എന്നാണ്. ഇതാണ് ഫസ്റ്റ്. എൻ്റെ കൂടെ വായിച്ചേ, ഫസ്റ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയണ്ടേ, ഐ ഒന്നും നമ്മൾ വായിക്കത്തില്ല, പ്രൊനൗൺസ് ചെയ്യാറില്ല, മീൻസ് സൗണ്ട് നമ്മൾ വായിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ വായിക്കണം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. വായിക്കുക. എപ്പോഴും ലാസ്റ്റ് ഈ എന്തായിരിക്കും? മിക്കവാറും ഈ എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അത് വായിക്കണ്ട കേട്ടോ. ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. യു എങ്ങനെ വായിക്കുക? യുവിൻ്റെ സൗണ്ട് എന്താണ്? അതെ, എന്താ? അതെ, ആ എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ആ എന്നല്ല. കാരണം ഇവിടെ ഒരു സൈലൻ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന ഈക്ക് ഒരു മാജിക്കൽ പവർ ഉണ്ടല്ലേ. അതായത് അതിൻ്റെ തൊട്ട് ഇവിടെ നിന്നും ഇവിടെ വരുന്ന വാക്കെന്ന് പറയാൻ പറ്റില്ല, സോറി, അക്ഷരം. അതായത് ഇതിൻ്റെ തൊട്ട് പുറകിലിൻ്റെ ഇവിടെ ആയിട്ട് വരുന്ന ആ അക്ഷരത്തിന് അതിൻ്റെ തന്നെ എന്താ പേര് ആണ് സൗണ്ടായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ യു ആണല്ലേ. യുവിൻ്റെ സൗണ്ട് എന്താണ്? ആ ആണ്. പക്ഷേ അതിൻ്റെ പേരെന്താണ്? യു എന്നാണ്. അങ്ങനെ യു എന്ന് തന്നെ വായിക്കേണ്ടി വരും. മനസ്സിലായോ? ഇവിടെ ഈ വരികയാണെങ്കിൽ ഇതിനെങ്ങനെ വായിക്കണം? യു എന്ന് വായിക്കേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? യൂസ്. ഈ അവിടെ സൈലൻ്റാ, വായിക്കേണ്ട. യുസേ എന്നൊന്നും വായിച്ചു കളയരുത്. ഇങ്ങനെ വായിക്കണം, യൂസ്. എന്താണ്? യൂസ് എന്ന് വേണം വായിക്കാൻ. ഓക്കെ, അവിടെ ഈ ഉള്ളതുകൊണ്ടാണ്. അവിടെ ഈ ഇല്ലായിരുന്നെങ്കിലോ നിങ്ങൾ എങ്ങനെ വായിക്കും? പറഞ്ഞേ. ഈ ഇവിടെ ഇല്ല എന്ന് വയ്ക്കുക. എങ്ങനെ വായിക്കും? ഇതിങ്ങനെ വായിക്കണം. അസ് എന്ന് വേണം വായിക്കാൻ. ഓക്കെ, അപ്പോൾ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗിക്കുക. യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗിക്കുക. എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഒരു പെൻ യൂസ് ചെയ്യാണ്. സോ പെന്ന് ഞാൻ യൂസ് ചെയ്യുകയാണ്, ഉപയോഗിക്കുകയാണ്. അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം കേട്ടോ. ഇത് അടുത്ത വാക്ക് എത്തിക്കഴിഞ്ഞു. എൻ്റെ കൂടെ വായിക്കണം. ഓക്കെ, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് വെച്ചിട്ട് വായിക്കാൻ പറ്റും എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കി. ഇതെങ്ങനെ വായിക്കുക? ഐ എങ്ങനെ വായിക്കുക? ഇ. എൻ എങ്ങനെ വായിക്കുക? ടി എങ്ങനെ വായിക്കുക? ട്. ഓ എങ്ങനെ വായിക്കുക? ഓ അല്ലേ? പ്രശ്നക്കാരനാണ്. പക്ഷെ നിങ്ങൾക്കിത് അറിയാം. വലിയ വിഷമമൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്കിത് അറിയാമെന്നുള്ളതാണ്. കാരണം TO നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. TO നമ്മൾ എങ്ങനെയാണ് വായിക്കുക? ടോ അല്ലേ?
ടോ എന്നായിരിക്കും ഇപ്പോൾ പറഞ്ഞത്. അല്ലല്ലല്ല, ടോ നല്ല വായിക്കുക, ടു എന്ന് വേണം വായിക്കാനല്ലേ. എന്താണ്? ടു ആണല്ലോ, കറക്റ്റാണ് പറഞ്ഞത്. എങ്കിൽ വെരി ഗുഡ്. ഓക്കെ, ടു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഈ എങ്ങനെയാണ് വായിക്കുക? ഈ ഇൻ ഇൻ ടു. സിമ്പിൾ. അപ്പോൾ എങ്ങനെ വായിക്കുക? ഇൻ ടു. എന്താണ്? ഈ ടു, ഇൻ ടു. ഓക്കെ, ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത്. അതെ, ഇൻറ്റു അല്ലെങ്കിൽ ഉള്ളിൽ അഥവാ അകത്ത് എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇൻറ്റു. ഇനി നമുക്ക് അകത്ത്, ഉള്ളിൽ എന്നൊക്കെ പറയില്ല. നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് വായിച്ചു നോക്കൂ. വായിച്ചേ. എ എങ്ങനെ വായിക്കുക? ആ ആ. എസ് എങ്ങനെ വായിക്കുക? സ്. എന്ന് പറഞ്ഞിട്ട് ആസ് എന്നൊന്നും വായിച്ച് കളയരുത്. ആസ്. എങ്ങനെ പറയണം? ആസ്. ആസ് എന്ന് പറഞ്ഞാൽ അതുപോലെ, അതുപോലെ, അങ്ങനെ ഒരു മീനിങ് ആണ്. പോലെ അങ്ങനെ വേണം പറയാൻ. പോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു മീനിങ് ആണ് ആസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത വാക്കേ വായിച്ചോണം. പ്രശ്നക്കാരനാണോ? അല്ല, വലിയ പ്രശ്നക്കാരനല്ല. അറിയാന്നുള്ള നിയമങ്ങൾ വെച്ച് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. വായിച്ചു നോക്കിയേ. എം എങ്ങനെ വായിക്കുക? പറഞ്ഞേ. എം എങ്ങനെ വായിക്കുക? ഓ എങ്ങനെ വായിക്കുക? ഓ ഓ. ആരെങ്ങനെ വായിക്കുക? പൊന്നിച്ച് വായിച്ചേ. ഓ മോർ. ഒന്നും കൂടെ. ഓ മോർ. ഇങ്ങനെ ഇഴച്ച് വായിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ ഒന്ന് ഇഴച്ച് വായിച്ചിട്ട് പെട്ടെന്ന് വായിക്കുക. ഓക്കെ, ഓ മോർ. ഈ ഇവിടെ സൈലൻ്റ് ആണ്. വെരി ഗുഡ്. അപ്പോൾ ഇതെങ്ങനെയാ? ഓ മോർ. മോർ എന്ന് പറയും. മോർ എന്ന് പറഞ്ഞാൽ കുറേ അല്ലെങ്കിൽ കൂടുതൽ, അങ്ങനെ വേണം പറയാൻ. കൂടുതൽ, മോർ. കൂടുതലുണ്ട്, മോർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, വായിക്കാം കേട്ടോ. വാക്കെന്താ? സി എങ്ങനെ വായിക്കുക? സ് എന്നും വായിക്കും, ക എന്ന് വായിക്കും അല്ലേ. സ് എന്നും വായിക്കും, ക എന്ന് വായിക്കും. ഇവിടെ നമുക്ക് ക എന്ന് വായിക്കാം കേട്ടോ. ഇതെന്താണ്? എ എങ്ങനെ വായിക്കുക? ആ. നമുക്ക് ജസ്റ്റ് സൗണ്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. യഥാർത്ഥമായിട്ടും ഈ ഒരു വാക്ക് അങ്ങനെയാണോ വായിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ എ എങ്ങനെ വായിക്കുക? ആ. എൽ എങ്ങനെ വായിക്കുക? ഇൽ. അടുത്തൊരു എല്ലും കൂടെ ഉണ്ട്, അപ്പോൾ ഇൽ. അടുത്ത് ഇ എങ്ങനെ വായിക്കുക? എ. ഡി എങ്ങനെ വായിക്കുക? ഡ. അപ്പോൾ ഇങ്ങനെയാണ്. അത് വെച്ച് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയേ. ഖ ആ എഡ്, കാ എഡ്. അങ്ങനെയല്ല വായിക്കേണ്ടത്. വായിക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇത്രയും ഭാഗമല്ലേ, ഇത് ഇത്രയും ഇങ്ങനെയുള്ള, അതായത് എ എൽ എൽ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത് ഓൾ എന്നാണ്, അല്ലാതെ ആൾ എന്നല്ല. എങ്ങനെ വായിക്കണം? ഓൾ. ഓക്കെ, ഒരു ഓ ചേർത്തൊരു ആ പറയണം. അപ്പോൾ ഓൾ. ഓക്കെ, അങ്ങനെ അത് അത്രയായല്ലോ. ഓക്കെ, അത്രയായേ. അപ്പോൾ ബാക്കിയൊന്ന് വായിച്ചു നോക്കിയേ. അത്രയും ഒന്ന് വായിച്ചു നോക്കിയേ. ഖ. അത്രയോ, അതായത് സി തൊട്ട്. ഖ, ഓൾ, കോൾ, കോൾ. അത്രയായേ. കോൾ. എഡ് എന്ന് പറയണ്ട. ഈ അവിടെ അങ്ങനെ പറയണ്ട. സൈലൻ്റ് ആയിട്ട് വെച്ചേക്കുക. ബാക്കി വായിക്കുക. കോൾഡ്. മനസ്സിലാവും? കോളഡ് എന്ന് പറയരുത്. എങ്ങനെ വായിക്കേണ്ടേ? ഖ, ഓൾഡ്, കോൾഡ്. ഇത്രയേ ഉള്ളൂ. കോൾഡ്. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു. കോൾഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് ആക്ടിവിറ്റി ടൈമാണ്. ഓക്കെ, ആക്ടിവിറ്റി. നമ്മുടെ ആക്ടിവിറ്റിയിലോട്ട് എത്തി. അപ്പോൾ ഇതുവരെയുള്ള വാക്കുകൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഇതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. ഇതെന്താണ്? റൈറ്റ്. റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഫ്രം. ഫ്രം. ഓക്കെ, ഇനി അടുത്തത് മെനി. എന്താണ്? മെനി. ഓൾഡ്. ഓൾഡ്. ഫസ്റ്റ്. ഫസ്റ്റ്. യൂസ്. ഇതാണ് യൂസ്. ഇൻറ്റു. എന്താണ്? ഇൻറ്റു. അടുത്തത് ആസ്. മോർ. കറക്റ്റ്. കോൾഡ്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി ടൈമാണ്. ആക്ടിവിറ്റിയിലേക്ക് പോകാം. അതിനുശേഷം ഹോംവർക്ക് ഉണ്ട്, എല്ലാം ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി നമുക്ക് നോക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയേ. 1, 2, 3 എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റിപ്പോയി എന്നുള്ള കാര്യം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, അങ്ങനെയല്ലേ എനിക്ക് നിങ്ങൾ എത്രത്തോളം പുരോഗമിച്ചു എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാനിത് വായിച്ചു തരുന്നതാണ്. ഒന്ന് പോസ് ചെയ്യുക, വായിച്ചു നോക്കുക. പോസ് ചെയ്തു, വായിച്ചു നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ വായിച്ചു തരാം കേട്ടോ. വായിക്കാൻ പോവുകയാണേ. ഷീ ഓൾ കോൾഡ് മേന്ന് വായിച്ചു കാണും. വായിച്ചോ? അരുത്, നമ്മളിത് പഠിച്ചിട്ടുള്ളതാ. മീ. ഓക്കെ, മീ ഫസ്റ്റ്. ഷീ കോൾഡ് മീ ഫസ്റ്റ്. അവൾ എന്നെ ആദ്യമേ വിളിച്ചു. ഓക്കെ, ഇനി അടുത്ത് യൂസ് എ പെൻ ടു റൈറ്റ്. അല്ലേ? യൂസ് എ പെൻ ടു റൈറ്റ്. ഒരു പേന ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? എഴുതുവാൻ ഒരു പേന ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എങ്ങനെയാ? ഹീ. ഹേന്ന് വായിച്ചോ? വായിക്കരുത്. ഓക്കെ, ഹീ ഈസ്. ഓക്കെ, ഈസ് എന്നാണോ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. ഹീ ഈസ്. ഇതെങ്ങനെയാ വായിച്ചേ? അതെ, ഫ്രോം എന്നല്ല, ഫ്രം. ഇതൊന്ന് പറഞ്ഞേ. ഇന്ത്യ. അല്ലേ? നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഹീ ഈസ് ഫ്രം ഇന്ത്യ. അവൻ എവിടെ നിന്നുമുള്ളതാ, അല്ലെങ്കിൽ എവിടെ ഉള്ളതാണ്? ഇന്ത്യയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റ് ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റ് ആക്കി എങ്കിൽ വെരി ഗുഡ്. എന്തെങ്കിലും തെറ്റുപോയെങ്കിൽ സാരമില്ല, ഇങ്ങനെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എല്ലാം ഓക്കെ ആവും. ഓക്കെ, ഇനി ഞാൻ ഒരു ഹോംവർക്ക് ഇപ്പോൾ കാണിച്ചു തരും. സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. ഇതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളതും ഇതിൻ്റെ മീനിങ് സഹിതം തൊട്ടടുത്ത് തന്നെ ഒരു ഹോംവർക്ക് വീഡിയോ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഒന്ന് പഠിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് വരുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഉടനെ തന്നെ വരും അടുത്ത ക്ലാസ്. ഇനി ഇപ്പോൾ ഇത് 8ാമത്തെ ദിവസത്തെയാണ്. 9, 10, 11, 12 അങ്ങനെ 4 ക്ലാസ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും സൈറ്റ് വേർഡ്സ് നിങ്ങൾ ഒരു 120 സൈറ്റ് വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഉടൻ തന്നെ താഴെ കമൻറ്റിൽ പോയി പഴയ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.